അവൻ്റെ നോക്കി കോപ്പി അടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കപ്പലിൻ്റെ പടം വരയ്ക്കുന്നത്. എൻ്റെ ഒരു ഇഷ്ടമെന്ന് പറയുന്നത് ജേർണലിസമാണ്, അല്ലെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിച്ച് നിന്നൊരാൾ. ഈ ബാഡ് വെതർ വരുന്ന സമയത്ത് കപ്പലിനകത്ത് ലോഡ് ഇല്ലെങ്കിൽ അന്ന് പിന്നെ എന്താ പറയുക, തൃശ്ശൂർ പൂരം വേറെ ഒരു രാത്രി ഉറക്കമൊന്നുമില്ല. പിന്നെ അതായത് കപ്പൽ ഇതിനനുസരിച്ച് കപ്പൽ ആടി ഒലഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം രാത്രിയിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ തെറിച്ചു പോകും. ചിലർക്ക് ഇത് തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആകെ പ്രശ്നമാവും. തലവേദനയും തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഒരു തോർത്ത് ടവൽ ഇങ്ങനെ എടുത്ത് നല്ല രീതിയിൽ തലയുടെ പുറകിൽ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടും. ചെയ്യാൻ പാടില്ല, പക്ഷെ അതിങ്ങനെ കെട്ടുമ്പോൾ എനിക്കൊരു റിലീഫ് കിട്ടും. നിങ്ങൾക്ക് തികയോന്ന് എനിക്കറിയില്ല. നമുക്കൊക്കെ 1 GB 1 GB കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ സന്തോഷമായി. കപ്പൽ കരക്കടുക്കുമ്പം എന്നെ സംബന്ധിച്ച്, ഞാൻ കപ്പൽ കരക്കടുക്കുന്നത് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ രാജ്യം കാണാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സിം കാർഡിന് വേണ്ടി മാത്രമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വീക്കിലി വീഡിയോസ് ഇട്ടിട്ടില്ല. ഞാൻ എങ്ങനെ വീക്കിലി വീഡിയോസ് ഇടുന്ന കടലിൽ കിടന്നുകൊണ്ട്? പക്ഷേ ഞാനിടുന്ന വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൾക്കാർ കാണുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട്. ഞാൻ അതുപോലെ കിടന്ന് പണിയെടുത്തത്, അതായത് ഒരു പട്ടിയെ നോക്കുന്നില്ലേ, അതിലും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഒരു 1.5 കൊല്ലം ഞാൻ കിടന്ന് നരയിച്ചത്. ഒന്ന് പറഞ്ഞ് 2 അടിക്കുക, കപ്പലിൽ പണിയെടുക്കാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പോർട്ടിൽ സിമെന്റ് ചുംബിക്കുക, എന്നിട്ട് അടിക്കുക. ഹായ് ഹലോ മൈൻഡ്സ്കേപ്പിൽ ഇറ്റ്സ് മീ പ്രശാന്തി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് കടലിൻ്റെ ജീവിതം നമ്മളെ കൂടെ കാണിച്ചു തരുന്ന ഒരു കടൽ ജീവിയാണ് വിഷ്ണു. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആണല്ലേ. ഈ കടൽ ജീവി എന്നുള്ള പേര് എങ്ങനെ ശരിക്കും വന്നേ? കടൽ ജീവി എന്നുള്ള പേര് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടിക്ടോക്കിൻ്റെ സമയത്താണല്ലോ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങുന്നത്. അങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങി വീഡിയോ ഇട്ട സമയത്താണ് പെട്ടെന്ന് എനിക്ക് ഒരു കമൻറ്റ് കിടക്കുന്നു, കടൽ ജീവി എന്നും പറഞ്ഞിട്ട്. എൻ്റെ പേര് ശരിക്കും പറഞ്ഞതിന് മുമ്പ് വിഷ്ണു എന്നും പറഞ്ഞിട്ട് നോർമലായിരുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് വന്നൊരു കമൻ്റാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ അകത്ത് കടൽ ജീവി എന്ന് എഴുതിയിരിക്കുന്നു. അന്ന് ഈ പറയുന്ന കടൽ മച്ചാനോ അല്ലെങ്കിൽ കടൽ മാക്രിയോ അല്ല, ഈ അറിയപ്പെടുന്ന കുറച്ച് കടൽ ഇതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ അന്ന് കേട്ട പരിചയമില്ല. മീൻസ് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണിത്. അന്ന് ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്നോ വ്ളോഗ് ചെയ്യണമെന്നോ ചിന്തിച്ചിട്ടല്ല, നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മൾ ടിക്ടോക്കിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ കമൻറ്റ് വരുന്നത്, കടൽ ജീവി. കൊള്ളാം, നല്ല പേരാണ് കടൽ ജീവി എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ പേര് മാറ്റി കടൽ ജീവി എന്നാക്കി. പിന്നീട് ഞാൻ ചെയ്ത വീഡിയോകളിൽ കുറച്ചുകൂടെ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോകൾ, കുറേ വീഡിയോകൾ വൈറലായി. അങ്ങനെ കടൽ ജീവി എന്ന് പറയുന്നൊരു പേര് വന്നു. പക്ഷേ ഈ കടൽ ജീവിയിലെ അതിന്റെ സ്പെല്ലിങ് മനഃപൂർവ്വം തെറ്റിച്ചിട്ടതാണോ അതോ അത് അങ്ങനെയാണോ? അല്ല, അതായത് കടൽ ജീവിയുടെ ജെ ആണ് വരേണ്ടതെന്ന് എനിക്കും അറിയാം. പക്ഷെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയം, നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കണമല്ലോ. നാളെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും, കടൽ ജീവിയുടെ ജെ വെച്ചിട്ട് വേറെ ചാനലുകളുണ്ട്. എൻ്റെ ചാനൽ നാളെ യൂട്യൂബിൽ ഞാൻ പ്ലേ ബട്ടൺ വാങ്ങുമെന്നോ അല്ലെങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ ആവുമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു സംഭവം തുടങ്ങുന്നത്. പക്ഷെ എങ്കിൽ പോലും മനസ്സിൽ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ കഴിവുകളുണ്ടെങ്കിൽ ദയവായിട്ട് തരികയാണെങ്കിൽ ഒരു പക്ഷേ, അപ്പം അന്ന് നാളെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നോക്കിയപ്പോൾ ഈ ജെ വെച്ചിട്ട് ഓൾറെഡി നമുക്ക് ചാനലുകൾ ഞാൻ കണ്ടു, ഒരു ചാനൽ കണ്ടു. അത് ചെറിയ ചാനൽ ആയിക്കോട്ടെ വലിയ ചാനൽ ആയിക്കോട്ടെ, നാളെ ഒരു ഇഷ്യൂ ആവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മലയാളത്തിൽ നമ്മൾ കടൽ ജീവി എന്ന് എഴുതുമ്പോൾ ജി എഴുതുമല്ലോ, അങ്ങനെ ഞാൻ ഈ ജി ആക്കിയിട്ടാണ് കടൽ ജീവി എന്ന് എഴുതിയത്. ജെ ഇടാതെ ജി ഇട്ടതിൻ്റെ കാരണം അതാണ്. നമ്മളാണെങ്കിലും നോക്കുന്ന സമയത്തെ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ കടൽ ജീവി എന്നായിരിക്കും, പക്ഷെ പിന്നെ നമ്മൾ ഒന്നെടുത്ത് നോക്കുമ്പോൾ ഇത് ജീവിയല്ലല്ലോ, ഗീ എന്നല്ലേ വരിക എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് അത് ചോദിച്ചത്. ഇപ്പോൾ കപ്പലിലാണല്ലോ യാത്ര. അപ്പോൾ എങ്ങനെ തുടങ്ങി ആ യാത്ര, കപ്പലിലേക്കുള്ള യാത്ര? കപ്പലിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കപ്പലിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് കപ്പലിലോട്ട് വന്ന ഒരാളല്ല. കപ്പൽ സ്വപ്നം കണ്ട് നടന്ന ഒരാളല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കപ്പലിൽ ഞാൻ പഠിക്കാൻ ആദ്യം ചെന്നിരിക്കുന്ന സമയത്ത് അവിടുത്തെ ക്യാപ്റ്റൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, കപ്പലിൻ്റെ പടം വരയ്ക്കുക എന്നുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്നത് ആഡംബര കപ്പൽ മാത്രമാണ്. ഈ കാർഗോ ഷിപ്പ്, അതായത് എണ്ണക്കപ്പലുകൾ, ഇതുപോലുള്ള കപ്പലുകൾ ഉള്ളതെന്നുള്ള കാര്യം എനിക്കറിയില്ല. എൻ്റെ നമ്മുടെ മനസ്സിൽ പോലും അതില്ല. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് എന്താണ്, ആഡംബര കപ്പൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആഡംബര കപ്പലിൻ്റെ പടം ഇങ്ങനെ ഫ്രെയിം ഇങ്ങനെ വരയ്ക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ഒരാൾ വേറൊരു ഇത് വരയ്ക്കുന്നു. അപ്പോൾ ഈ കപ്പലിൻ്റെ അക്കോമഡേഷൻ, അതായത് ആൾക്കാർ താമസിക്കുന്ന അക്കോമഡേഷനൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന സിനിമകളിൽ ഇത് ഫ്രണ്ടിലാണ്. പക്ഷേ ഇവൻ വരയ്ക്കുന്ന പടത്തിൽ മാത്രമേ ഇത് ബാക്കിൽ വരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തുകൊണ്ടാണ് ഇത് ബാക്കിൽ വന്നത്. പിന്നെ ചോദിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഇത് കാർഗോ ഷിപ്പാണ്. ക്യാപ്റ്റൻ പറഞ്ഞത് കാർഗോ ഷിപ്പിൻ്റെ ഒരു പടം വരയ്ക്കാനാണ്. അവൻ്റെ നോക്കി കോപ്പി അടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കപ്പലിൻ്റെ പടം വരയ്ക്കുന്നത്. കാരണം എൻ്റെ നാട് പത്തനംതിട്ടയാണ്, നമുക്ക് കടലില്ല. അതേപോലെ
ഈ ഒരു ഫീൽഡിനെ പറ്റിയിട്ട് ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരില്ല അവിടെ ശരിക്കും പറഞ്ഞാൽ. ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വപ്നം കണ്ടിട്ട് പോയ അല്ലെങ്കിൽ എടുത്തൊരു ജോലിയോ കാര്യങ്ങളൊന്നും അല്ല. അന്ന് ആ ഒരു കപ്പലിൻ്റെ പടം പോലും തെറ്റിച്ച് വരച്ചതിന് ശേഷം കോപ്പി അടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ ഒരു കപ്പലിൻ്റെ പടം പോലും വരച്ചത്. ആര് പറഞ്ഞിട്ടാണ് ശരിക്ക് ഇങ്ങനെ ഒരു ഇതിലെത്തിപ്പെട്ടത്? എൻ്റെ ബ്രദർ, എൻ്റെ ഫാമിലി, അതായത് അമ്മയുടെ ഫാമിലിയിൽ കപ്പലിൽ ജോലി ചെയ്യുന്ന എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പം എന്നെ കണ്ടിട്ടാണല്ലോ എൻ്റെ അനിയൻ അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ജേർണലിസമാണ്, അല്ലെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിച്ച് നിന്നൊരാൾ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പക്ഷേ എൻ്റെ ചേട്ടൻ ഇത് പഠിക്കാൻ പോകുന്ന ഒരു ഒരു സമയമായി കഴിഞ്ഞ സമയത്ത് അവരായിട്ട് അല്ലെങ്കിൽ ഇതേപോലൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ നോക്കിയപ്പോൾ ഓക്കെ എനിക്കിഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ഏതൊരു ലെവൽ വരെ പഠിച്ചാലും ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ജോലിയിലായിരിക്കണം എന്നില്ല നമ്മൾ പോകുന്നത്. അങ്ങനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാതെ ഒരു പക്ഷേ കയറി പറ്റാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി കിട്ടും എന്നൊരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഞാൻ പഠിച്ച കോഴ്സ് പഠിക്കാൻ വേണ്ടി ചെന്നൈയിലുള്ള ആ കോളേജിലോട്ട് പോകുന്നത് തന്നെ. അത് ഞാൻ പോയതല്ല, എന്നെ കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. എൻ്റെ ബ്രദർ, എൻ്റെ ചേട്ടനാണ്. അല്ല, അപ്പൊ എന്തുകൊണ്ട് ജേർണലിസം പഠിച്ചു എന്ന് പറഞ്ഞു? അപ്പോൾ ജേർണലിസം പഠിച്ചിട്ട് എന്തേ ആ ഒരു ഫീൽഡ് നോക്കാണ്ട് ഇതിലോട്ട് മാറിയത്? ജേർണലിസം ഞാൻ പഠിച്ചില്ല. ജേർണലിസം എന്ന് പറയുന്ന സംഭവം ചെറിയ സമയം മുതലേ, അതായത് ടി വി ഉള്ള സമയം മുതലേ ഞാൻ കാണുന്നത് വാർത്തകളാണ്. എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് ജേർണലിസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളൊരു 10ാം ക്ലാസ് സമയം കഴിഞ്ഞ് +1 +2 തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാൻ സയൻസ് എടുത്തില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ജേർണലിസം അല്ലെങ്കിൽ ബാങ്കിങ് ഈ ഒരു ഇതിലോട്ടൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കൊമേഴ്സാണ് എടുത്തത്, ഞാൻ സയൻസ് അല്ല. അപ്പം അതിന് ശേഷമാണ് ഈ +2 കാലഘട്ടം കഴിയുന്ന സമയത്ത് നമ്മൾ ഇനി എന്ത് ഡിഗ്രി എടുക്കണോ അല്ലെങ്കിൽ ജേർണലിസം പഠിക്കണോ എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ചേഞ്ചസ് അവിടെ വന്നത്. പെട്ടെന്നൊരു ജേർണലിസത്തിൽ നിന്നും നേരെ കടലിലോട്ടുള്ളൊരു എൻട്രി. അങ്ങനെയാണ് ഇപ്പോൾ ഇത്. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് എന്തായാലും ജേർണലിസം പഠിക്കാനോ ഒരു ജേർണലിസ്റ്റ് ആകാനോ കഴിഞ്ഞില്ല. അപ്പം നമ്മളെ കൊണ്ട് കഴിയാത്തൊരു കാര്യം, നമ്മൾ എവിടാണോ ജോലി ചെയ്യുന്നത്, നമ്മൾ എവിടാണോ നിൽക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് അതിനെ അങ്ങോട്ട് അവതരിപ്പിക്കുക. അത് ഞാൻ അവതരിപ്പിച്ചു. ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരത് ഏറ്റെടുത്തു, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഓരോ വീഡിയോയും ചെയ്യാനുള്ളൊരു പ്രചോദനം വരും. എനിക്കും തോന്നാറുണ്ട് വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത്. ഞാൻ വിചാരിച്ചെന്ന് ജേർണലിസം പഠിച്ചിട്ടുണ്ടെന്നോ. വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ജേർണലിസം പഠിച്ച കുട്ടിയാണ്. അപ്പോൾ ജേർണലിസംകാർ ചെയ്യുന്ന അവർ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന അതേ രീതിയിൽ അതിൻ്റെ ആ ഒരു ഒഴുക്കുണ്ട്. അത് വീഡിയോസിലെല്ലാം കാണാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ നല്ല രസമുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും അവിടെ അത് ജേർണലിസം കണ്ടിന്യൂ ചെയ്യാണ്ട് ഇതുകൊണ്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു ഭാഗ്യമാണല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ ജേർണലിസം ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ കടലിലെ ന്യൂസ് നമ്മൾക്ക് സൊസൈറ്റിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു കടലിൽ ഒരുപാട് ന്യൂസും കാര്യങ്ങളും വിഷ്ണു ത്രൂ നമ്മൾ അറിയുന്നുണ്ട് എന്നൊക്കെ. അതും ശരിക്കും ഒരു ബ്ലെസ്ഡ് ആണല്ലോ. അപ്പൊ ഞാൻ ന്യൂസ് ആയതുകൊണ്ട് പറയാണ്. ഇപ്പൊ ഈ ബാഡ് വെതർ ഉണ്ടല്ലോ, ഈ ബാഡ് വെതറിന്റെ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അത് സർവൈവ് ചെയ്യുന്നത്? അതുപോലെ തന്നെ അത് എത്ര സമയമാണോ, ദിവസങ്ങളാണോ, മണിക്കൂറുകൾ, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്, ആ എക്സ്പീരിയൻസ് ഒക്കെ? ബാഡ് വെതർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കപ്പലിൽ നമുക്ക് വലിയ പ്രയാസമായിട്ടുള്ള ഒരു സംഭവം. അതായത് ബാഡ് വെതർ, നമ്മൾ പോകുന്ന റൂട്ടിൽ വെതർ അല്ലെങ്കിൽ ന്യൂനമർദ്ദ രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ അതേപോലെ കാറ്റ്, അതുപോലുള്ള വെതർ ഇതാവുന്ന സമയത്ത് നമുക്ക് കപ്പലിലേക്ക് ഇൻഫർമേഷൻ വരും. നമ്മുടെ ഇത്ര നോട്ടിക്കൽ മൈൽ അകലെ നിങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഇതേപോലെ ന്യൂനമർദ്ദ രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ ബാഡ് വെതർ ആണ്, റഫ് സീ ആണ്, 4-5 മീറ്റർ അല്ലെ 7 മീറ്റർ ഉയരത്തിൽ തിരമാലകൾ അടിക്കുന്നു, ഈ ഒരു സംഭവങ്ങളെല്ലാം വരും. അപ്പോൾ അപ്പം നമുക്കറിയാൻ പറ്റും എത്ര ഹൈറ്റിലാണ് ആ തിരമാല അടിക്കാൻ പോകുന്നത്. നമ്മുടെ കപ്പലിനെ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ കപ്പൽ ലോഡാണോ? നമ്മുടെ കപ്പൽ ലോഡ് ഇല്ലാതെ പോവാണോ? ലോഡ് ഇല്ലാതെ പോകുന്നൊരു കപ്പലിന് കടലിന് വെള്ളത്തിൽ നിന്നും ഹൈറ്റിലേക്ക് നിൽക്കും. ലോഡുള്ളൊരു കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലേക്കായിരിക്കും. ചിലപ്പോൾ 5-6 മീറ്റർ മാത്രമേ ഈ കടലിൽ നിന്ന് കപ്പലിന് ഉയരം കാണുള്ളൂ. അപ്പോൾ ഒരു 5 മീറ്റർ ഉയരത്തിൽ പോകുന്നൊരു കപ്പലാണെങ്കിൽ മുന്നിൽ നമുക്ക് 4-5 മീറ്റർ ഇതിലുള്ള ഒരു സ്വെല്ല്, ഒരു തിര അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കപ്പലിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ തിര അടിച്ച്, നിങ്ങൾ വീഡിയോയ്ക്കകത്ത് കാണാറുണ്ടാവും, തിര അടിച്ച് ബാക്കിൽ വരെ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ. അതേപോലെ തന്നെ കപ്പലിന് ലോഡ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കപ്പൽ നല്ല റോളിംഗ് ആയിരിക്കും. കപ്പലിന് വെയിറ്റ് ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബലാസ്റ്റ് ഉണ്ട്, നമ്മൾ വെള്ളം കപ്പലിലേക്ക് കയറ്റി കപ്പലിനെ ഇത് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എങ്കിൽ പോലും ഈ ബാഡ് വെതർ വരുന്ന സമയത്ത് കപ്പലിനകത്ത് ലോഡ് ഇല്ലെങ്കിൽ അന്ന് പിന്നെ എന്താ പറയുക, തൃശ്ശൂർ പൂരം, വേറെ ഒരു രാത്രി ഉറക്കമൊന്നുമില്ല പിന്നെ. അതായത് കപ്പൽ ഇതിനനുസരിച്ച് കപ്പൽ ആടി ഒലഞ്ഞുകൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ ഇത് റോളിങ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ രാത്രിയിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ തെറിച്ചു പോകും. കപ്പലിൽ ഈ നമുക്ക്
ബാഡ് വെതർ എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ 1 ദിവസം, ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ 3 ദിവസം ഇതിങ്ങനെ നീണ്ടു നിൽക്കും. 1 ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ 2 ദിവസത്തിന് മേലെ പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗവൺമെൻറ് ജോലിയോ നമ്മുടെ പ്രൈവറ്റ് ജോലിയോ ഒന്നുമല്ല. കപ്പലാണ്. ആ കപ്പലിൻ്റെ അകത്ത് മൊത്തം ഒരു 18 മുതൽ 21 പേരായിരിക്കും ആ കപ്പലിൻ്റെ മൊത്തത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഉള്ളത്. എത്ര വലിയ ബാഡ് വെതർ ആണെങ്കിലും എത്ര മോശം കാലാവസ്ഥയാണെങ്കിലും നമുക്ക് ചെയ്യേണ്ട പണി നമുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ദിവസമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. 2-ാം ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ തളരും, ടയേർഡാകും. ഒരു 3-ാം ദിവസം ഈ 3 ദിവസത്തിൽ കൂടുതൽ എന്നെ സംബന്ധിച്ച് ഒരു 3 ദിവസത്തിൽ കൂടുതലൊക്കെ ഇത് കണ്ടിന്യൂ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രയാസം. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് രാത്രി ഉറക്കം കിട്ടില്ല. നമുക്ക് കിടന്ന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഒന്ന് നല്ലതുപോലെ നടക്കാൻ പറ്റില്ല. കാരണം ഇത് ആടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ പൊക്കോണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം എല്ലാം നമ്മുടെ ശരീരത്തിൽ ബോഡി പെയിൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ടായി തുടങ്ങുന്ന ഈ 2 ദിവസം എന്നെ സംബന്ധിച്ച് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഓരോരുത്തർക്കും സീ സിക്നസ് എന്ന് പറയുന്നത് വേറെ ആയിരിക്കും. ചിലർക്ക് ഇത് തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ആകെ പ്രശ്നമാവും. തലവേദനയും തലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. ചിലർക്ക് 1 ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാണാം. ചിലർക്ക് ഒരു 2 ദിവസത്തിന് മേലെ ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ രാത്രി നമ്മൾ കിടന്ന് ഉറങ്ങും. ഈ ഉറങ്ങുന്ന സമയത്ത് ഒരു ഒരേ റോളിങ്ങിൽ ഇങ്ങനെ കപ്പൽ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് കപ്പലൊന്ന് ആൾട്ടർ ചെയ്യുമോ, അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലിനെ ജസ്റ്റ് നമുക്ക് പോകുന്ന ആ ഒരു കോഴ്സിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൽ പോലും കപ്പലിൻ്റെ സ്വെല്ലിൻ്റെ അകത്ത് കപ്പൽ കയറി കഴിഞ്ഞാൽ ഇതിനെ എടുത്തടിക്കുന്ന പോലെ, അതായത് നല്ല രീതിയിൽ ഇത് ചരിയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഉറങ്ങി കിടക്കണം, ചിലപ്പോൾ താഴെ പോകും. അല്ലെ അപ്പം അതിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബെഡിൻ്റെ താഴെ ഇറങ്ങി കിടക്കും. അപ്പം നമ്മൾ ഈ കട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് താഴെ പോകുന്നുള്ള ഒരു പ്രയാസമില്ല. അല്ലെങ്കിൽ നമ്മുടെ കപ്പൽ ഇങ്ങനെ റോൾ ചെയ്യുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ക്രോസ് ആയിട്ട് കിടക്കും. കപ്പൽ പിച്ചിങ്, അതായത് റോളിങ്ങും പിച്ചിങ്ങും ഉണ്ട്. റോളിംഗ് എന്ന് പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ ആടുകയും പിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പൽ ഇങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ റോള് ചെയ്യുമ്പോൾ ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കിടക്കണം. അപ്പോൾ പ്രശ്നമില്ല. പിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഏത് ദിശയിലോട്ടാണോ അത് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ പോകുമ്പോൾ അതിന് നമ്മൾ ക്രോസ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറ്റുമെന്നറിയോ, കുറേ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് ഇളകി പോകുന്ന പോലെ ഒരു ഫീല് വരും. അതൊരു ഫീല് മാത്രമാണ് കേട്ടോ, ഒരു തോന്നൽ മാത്രമാണ്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു തോർത്ത് ടവൽ ഇങ്ങനെ എടുത്ത് നല്ല രീതിയിൽ തലയുടെ പുറകിൽ ഇങ്ങനെ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടും. ചെയ്യാൻ പാടില്ല, പക്ഷെ അതിങ്ങനെ കെട്ടുമ്പോൾ എനിക്കൊരു റിലീഫ് കിട്ടും. ഓക്കെ, എന്തോ ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തോ ഒരു സംഭവം ഉള്ള പോലെ. അപ്പോൾ ആ ഒരു സ്റ്റേജ് വരെ കടലിൽ അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, റിസ്ക് ഉള്ള ജോലി തന്നെയാണ്. നോർമലി ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പല പല അസുഖങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ബാഡ് വെതറിന്റെ സമയത്ത് ആ ഒരു 3 ദിവസം നിങ്ങൾ ഉറങ്ങുന്നില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കുറെ ദിവസങ്ങൾ പിന്നീട് നിങ്ങൾക്ക് അത് അഫക്ട് ചെയ്യാറുണ്ടോ? അപ്പൊ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ? ഇല്ലില്ല. ഒരു സീമാനെ സംബന്ധിച്ചിടത്തോളം പുതിയ ട്രെയിനീസിന്റെ കാര്യമല്ല പറയുന്നത്. നമുക്ക് ബാഡ് വെതർ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ആയി, കടൽ നോർമൽ ആയി കഴിഞ്ഞാൽ അതും വിട്ടു കഴിഞ്ഞു. കാരണം നമ്മുടെ മുന്നിൽ ഇതിങ്ങനെ വരികയാണ്, മനസ്സിലായില്ലേ? റോഡ് പോലെ അല്ലല്ലോ. ഏത് നിമിഷവും ഏത് ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. കാലാവസ്ഥ മോശമായിക്കൊണ്ടിരിക്കാം. പെട്ടെന്നുണ്ടാകുന്ന റോളിങ്ങും പിച്ചിങ്ങും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ അതിനൊക്കെ കരുതിയിരിക്കുക. ഇപ്പോൾ ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന റോളിങ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ബാക്ക് ടു നോർമൽ. അതിനുശേഷം പോവുക. ആ ദിവസങ്ങൾ കടന്നു പോവുക. അടുത്ത ബാഡ് വെതറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതാണ്. ഇപ്പളേ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ശക്തിയിലാണ് വരുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇത്രയാണെന്ന് പറഞ്ഞിട്ടും അതിൽ കൂടുതൽ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ശക്തി? ചില സമയത്ത് ബാഡ് വെതർ ആകുമെന്ന് പറഞ്ഞിട്ട് ബാഡ് വെതർ വരാതിരിക്കും. നമുക്ക് മുന്നിൽ ചിലപ്പോൾ നിങ്ങൾ നാളത്തെ ദിവസം ഈ സമയത്ത് അല്ലെങ്കിൽ പോകുന്ന ആ ഏരിയയിൽ ആ റൂട്ടിൽ വെതർ മോശമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് അത്രയും ഹൈറ്റിൽ സ്വെല്ലുണ്ടെന്ന് പറയുന്ന സമയത്തും ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. നമുക്ക് പേടിക്കാൻ പറ്റിയ രീതിയിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ മുന്നിൽ ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് ചെറുതായിട്ടൊരു പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയുന്ന സമയത്തും ചിലപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് തിരയും, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും കാലാവസ്ഥ മോശമാവുക, കാറ്റിൻ്റെ വേഗത കൂടുക, അപ്പം തിരയുടെ ശക്തി കൂടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നതല്ല, കടലാണ്. ഇപ്പം ഈ ഒരു ടൈമിൽ എല്ലാം എന്താ പറയുക, വെതർ ഫോർകാസ്റ്റിൽ നമുക്കെല്ലാം അറിയാൻ പറ്റും. നമുക്ക് മുന്നിൽ പോകുന്ന കാറ്റിൻ്റെ വേഗത, സ്വെല്ലിൻ്റെ മീറ്ററിൻ്റെ അതിൻ്റെ എത്ര ഹൈറ്റിലാണ് സ്വെല്ല് അടിക്കാൻ പോകുന്നത്, ഏത് ദിശയിലോട്ടാണ് ഇതിൻ്റെ അടിയൊഴുക്ക് മുതൽ ഓരോ കാര്യങ്ങളും നമുക്കിപ്പം അറിയാൻ പറ്റും. പക്ഷെ അതൊന്നും ചില സമയങ്ങളിൽ ശരിയാകണമെന്നില്ല. ഇപ്പോഴേ ഈ സമയത്ത്, അതായത് ഈ ബാഡ് വെതറിന്റെ സമയത്തൊക്കെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റാറുണ്ടോ? എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ ഫാമിലിനെ അല്ലെങ്കിൽ ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുക? ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന കാര്യം കപ്പൽ നോർമലായിട്ട് കപ്പലിലെ സാറ്റലൈറ്റ്, അതായത് സ്റ്റാർലിങ്കിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴാണ് സ്റ്റാർലിങ്ക് കപ്പലുകളിൽ വരാൻ തുടങ്ങിയത്. അതിനു മുമ്പ് സ്റ്റാർലിങ്കിന് പകരം മാർലിങ്ക് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിലൂടെയാണ് നമുക്ക് നെറ്റ് കിട്ടുന്നത്.
ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സാധനം കടലിൽ ചെന്നാൽ കിട്ടൂല. ഓ അതായത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. അതായത് കപ്പൽ നമ്മുടെ ഏതെങ്കിലും ഒരു കോസ്റ്റൽ, അതായത് ഒരു കരയുടെ അടുത്തൂടെ ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിലേക്കൊന്ന് വീഡിയോ കോൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന രീതിയിലുള്ള നെറ്റ് ഉണ്ടാവും. അതേ സമയത്ത് കുറച്ച് ഓപ്പൺ സീയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ലോ ആയി പോകും. കാറ്റുണ്ടെങ്കിൽ, മഴയുണ്ടെങ്കിൽ, ഇതേപോലെ ബാഡ് വെതർ ഉള്ള സിറ്റുവേഷനിൽ ചിലപ്പം സാറ്റലൈറ്റ് അത് കണക്ഷനേ നമുക്കുണ്ടാവില്ല. അപ്പം എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വിളിക്കാതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വിളിക്കണമെന്നുണ്ട്, അവർ നമ്മളെ നോക്കിയിരിക്കുക. അപ്പം നമ്മൾ ഓൾറെഡി പറയും ബാഡ് വെതർ ആണ്, അല്ലെങ്കിൽ നെറ്റ് സ്ലോ ആണ്. കപ്പൽ ജീവിതം ആയതുകൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ഫാമിലിക്ക് ഒരു ഐഡിയ ഉണ്ട്. നെറ്റ് കണ്ടില്ല അതിനർത്ഥം നെറ്റ് പോയതാ. കടലാണ്, സിം കാർഡ് ഇല്ല, കടയില്ല, പോയി മേടിക്കാൻ ഒന്നുമില്ല, കംപ്ലൈൻറ്റ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ പോയത് പോയി, എപ്പോൾ വരുന്നോ അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വന്ന ഉടനെ ഫാമിലിക്ക് മെസ്സേജ് അയക്കുക. അത് ഇപ്പൊ ബാഡ് വെതറിന്റെ സമയത്തല്ലേ, ഇതല്ലാത്ത സമയത്ത് നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഉൾക്കടലിലൊക്കെ എത്തുന്ന സമയത്ത് നെറ്റ് കപ്പലിലെല്ലാം സാറ്റലൈറ്റ് ഉണ്ട്. ഇപ്പം സ്റ്റാർലിങ്ക് വെച്ച് വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നെറ്റിൻ്റെ ഇഷ്യൂസൊക്കെ എനിക്ക് തോന്നുന്നു വരുന്ന ഒരു 1-2 വർഷങ്ങൾക്കകം ഈ സ്റ്റാർലിങ്കോട് കൂടിയിട്ട് കപ്പലിലെ നെറ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ സോൾവ് ആകാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ 500 MB ഒക്കെ കിട്ടുന്ന എനിക്കിപ്പോൾ ഭയങ്കര ലാവിഷാണെന്നൊക്കെ. നമുക്കിവിടെ നോർമലി 1 GB ഡെയിലി ഉണ്ടായാൽ പോലും തികയാത്ത ആളുകളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കപ്പലിലൊക്കെ പോയിട്ട് 500 MB കൊണ്ട് ഒരു വീക്കൊക്കെ എങ്ങനെയാ യൂസ് ചെയ്യാൻ പറ്റും? 500 MB ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു 100 MB ഒരു മാസം. ഇമാജിൻ ചെയ്ത് നോക്ക്, 100 MB കൊണ്ട് ഒരു മാസം നമുക്ക് ഓടണം. ഞാനീ പറയുന്ന ആൻഡ്രോയിഡ് ഇറങ്ങിയ സമയത്തെ കാര്യമാണ്. നമുക്ക് വാട്സാപ്പ് ഉണ്ട്, ആൻഡ്രോയിഡ് ഫോണുകൾ വന്നു, നമ്മൾ വാട്സാപ്പ് വഴി സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടിയിരുന്ന എൻ്റെ ആദ്യത്തെ ആ ഒരു കമ്പനിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് എന്ന് പറഞ്ഞാൽ 100 MB പെർ മന്ത്, 100 MB ഒരു മാസം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിനടി വന്നിരിക്കുന്ന കമൻറ്റ്, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതൊക്കെ എങ്ങനെ സാധിക്കും? ഇമ്പോസിബിൾ അല്ല, എല്ലാം പോസിബിൾ ആണ്. നമ്മളൊരു സിറ്റുവേഷനിൽ ചെന്ന് ഒരു നടുകടലിൽ കിടക്കുമ്പോൾ 100 MB എന്നല്ല 50 MB കിട്ടിയാലും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ ജീവനോടുണ്ട്, സുഖമായിട്ട് ഇരിക്കുന്നോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഇല്ലേ? അതിന് 50 MB 20 MB ധാരാളം. അന്ന് നമ്മൾ ഈ നോ റൂട്ട് ഫയർവാൾ ഉണ്ട് കപ്പലിൽ, നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോ റൂട്ട് ഫയർവാളിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് വാട്സാപ്പ് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൽ ടൈപ്പ് മെസ്സേജ് മാത്രം ചെയ്ത് അയക്കും, അല്ലെ വോയിസ് മെസ്സേജ് മാത്രം അയക്കും. വീഡിയോ കോളോ വോയിസ് കോളോ ചെയ്താൽ കഴിഞ്ഞു. അല്ലെ വോയിസ് മെസ്സേജും ടൈപ്പ് മെസ്സേജും അയച്ചിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നത്. ആ 100 MB പിന്നെ അത് 250 MB ആയി. ഇപ്പോൾ കുറച്ചും കൂടെ റിലാക്സ് ആയി. പിന്നെ ഇതൊരു 500 MB ആയി, അപ്പോൾ ഞാൻ രാജാവായി. പിന്നെ അതൊരു 750 MB ആയി, അപ്പോൾ ഞാൻ വീണ്ടും രാജാവായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഈ നെറ്റിൽ നിന്നല്ല. ഈ നെറ്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിക്കും, വീട്ടുകാരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വിളിക്കുക. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇയർ എനിക്ക് 1 GB കിട്ടി. ഏത് മാസം? ഒരു മാസം 1 GB, ഭയങ്കരമല്ലേ? 30 ദിവസത്തേക്ക് 1 GB. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്നെ കാണാം. എൻ്റെ വീട്ടിൽ അമ്മയായാലും അല്ലെങ്കിൽ വൈഫായാലും നമ്മൾ വിളിക്കുന്ന സമയത്ത് എനിക്ക് അവരെ കാണത്തില്ല, അവർക്ക് എന്നെ കാണാം. ഞാൻ സംസാരിക്കുന്ന കേൾക്കാം, എന്നെ കാണാം. പക്ഷേ എൻ്റെ ഡിസ്പ്ലേയിൽ ഇവരൊന്നുമില്ല. ഒന്ന് വന്ന് മാഞ്ഞ് മാത്രം പോകും. അപ്പോൾ ഒന്ന് ആഗ്രഹിക്കും, ദൈവമേ അമ്മയായിരിക്കും അവിടെ ഇരുന്ന് വിളിക്കുന്നത്, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ഈ ലാസ്റ്റ് ഇയർ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇതിന് മുമ്പത്തെ കാര്യമല്ല പറയുന്നത്. സ്റ്റാർലിങ്ക് കിട്ടിയ കപ്പലുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഭാഗ്യവാന്മാരാ. അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അവർക്ക് നമ്മളെ കാണാം, ഞാൻ പറയുന്ന കേൾക്കാം, പക്ഷേ എനിക്ക് അവരെ കാണാനോ പറയുന്ന കേൾക്കാനോ പറ്റില്ല. അപ്പോൾ നമ്മൾ കാത്തിരിപ്പാ. പിന്നെ മര്യാദയ്ക്കൊന്ന് കണ്ടൊരു വീഡിയോ കോൾ കണ്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കപ്പൽ കരയ്ക്കെത്തണം. കരയ്ക്കെത്തുമ്പോൾ അവിടെ വരുന്ന സിം കാർഡിലൂടെയാണ് പിന്നീട് നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ പോലൊക്കെ ജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത്. എത്ര കഷ്ടപ്പാടാണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്ര MB ആണ് കിട്ടാന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്യുന്നത്? ലൈക്ക് ഇപ്പോ ആ ഒരു 1 GB നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഇത്ര ലിമിറ്റ് ഉണ്ടോ, ഇത്ര യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ വല്ലതുണ്ടോ? ഇല്ല, നമുക്ക് മൊത്തത്തിൽ ഒരു 1 GB അല്ലെങ്കിൽ നമുക്കൊരു 500 MB അല്ലെങ്കിൽ ഒരു 700 MB നമ്മുടെ ഡേറ്റ നമ്മുടെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും തീർക്കാം. തീർത്തിട്ട് ബാക്കി 29 ദിവസം പിന്നെ മേലോട്ട് നോക്കി ഇരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് ഈ നോ റൂട്ട് ഫയർവാൾ ഉണ്ടല്ലോ, ഈ സാധനം ഇവിടെ ഓപ്പൺ ആവും അറിയാതെ. നെറ്റ് ലോഗിൻ ചെയ്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് ശിവം തീർന്നു. ഈ 1 മാസം ഒന്നുമില്ല. പിന്നെ അടുത്ത റേഷൻ ഇപ്പം നോർമലി എങ്ങനെയാണെന്ന് അറിയാം, നമുക്ക് വീക്കിലിയാണ് വരുന്നത്. എല്ലാ ദിവസവും തിങ്കളാഴ്ച രാവിലെ നമ്മുടെ റേഷൻ വരും, റേഷനരി മേടിക്കുന്ന റേഷൻ വരും. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ എല്ലാ ആഴ്ചയിലും നമുക്ക് 500 MB 700 MB ഇന്റർനെറ്റ് കിട്ടുന്നത്.
അതിൻ്റെ അകത്ത് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഡോളറായിട്ടായിരിക്കും വരുന്നത്. $200 $300 എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് കാണിക്കും. അത് MB ആണ്, പക്ഷേ ഡോളറായിട്ട് കാണിക്കും. അത് ഈ നോ റൂട്ട് ഫയർവാൾ വെച്ച് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫോണിൻ്റെ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ, വാട്സാപ്പിൻ്റെ അപ്ഡേഷൻ, എവിടെയൊക്കെ അപ്ഡേറ്റ് ആവേണ്ടത് മൊത്തം തന്നെ അപ്ഡേറ്റ് ആവും. നമ്മൾ എത്ര ലോക്ക് ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല, ഈ സാധനം അപ്ഡേറ്റ് ആവും. തിരിച്ചു വരുമ്പോൾ ഒരു സാധനം കാണത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് യൂസ് ചെയ്താൽ നല്ലത്. അവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ നമ്മുടെ ഇപ്പം തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ള ഒരാളെ ID മേടിച്ച് ലോഗിൻ ചെയ്തിട്ട് തീർന്നു കേട്ടോ, ഇപ്പം ഇനി അടുത്ത ആഴ്ച കാണാം, ശരി ബൈ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം, എന്നിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ള ഫ്രീ ടൈമിൽ ഒന്ന് തരാമോ, ഒന്ന് തരാമോ? മോശമല്ലേ? അവർക്കും ഈ കിട്ടുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഇതുകൊണ്ടായിരിക്കും അവർ സംസാരിക്കുന്നത്. യൂസ് ചെയ്തു, യൂസ് ചെയ്തിട്ട് ഇന്നതാണ്, ഇന്ന ദിവസങ്ങൾ ഇന്നെല്ലാം നടന്നു, കുഴപ്പങ്ങളൊന്നും ഇല്ല, തിങ്കളാഴ്ച വരെ നോക്കിയാൽ മതി, അടുത്ത റേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നെറ്റ് സ്റ്റാർലിങ്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആർക്കും പ്രശ്നങ്ങളില്ല. ഈ സ്റ്റാർലിങ്ക് അല്ലാതെ മാർലിങ്ക്, അതായത് പഴയ ആ സാറ്റലൈറ്റ് ഇപ്പോഴും കണക്ട് ചെയ്ത് ഓടുന്ന ഒരുപാട് കപ്പലുണ്ട്. ഒരു 10% കപ്പലുകൾക്കായിരിക്കും ഈ സ്റ്റാർലിങ്ക് ഇപ്പം കാർഗോ ഷിപ്പുകൾക്ക് വന്നിരിക്കുന്നത്. ഞാൻ അതാ പറഞ്ഞത്, വരുന്നൊരു 1-2 വർഷത്തിനകം എനിക്ക് തോന്നുന്നു ഏകദേശം ഈ സ്റ്റാർലിങ്ക് വരുന്നതോടുകൂടി നെറ്റിന് അത്യാവശ്യം കുഴപ്പമില്ല. പെർ ഡേ 1 GB 5G ഒക്കെ ഓടുന്നുണ്ട്. പെർ ഡേ 1 GB ധാരാളമാണ്. നിങ്ങൾക്ക് തികയൊന്നും എനിക്കറിയില്ല. നമുക്കൊക്കെ 1 GB 1G കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ സന്തോഷമായിരിക്കും. പക്ഷെ ഞാനിതിങ്ങനെ കേൾക്കുമ്പോഴേ, പണ്ടത്തെ കാലത്തെ കുറെയൊക്കെ മുന്നേ നമ്മൾ ഈ സാധാ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പറയില്ല, സാധാ ഫോൺ, പഴയ ഫോൺ നോക്കിയാടെ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കീപാഡ് ചിരണ്ടി ഇടുന്ന സാധനമൊക്കെ, ആ സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് 100 MB ഒക്കെ കിട്ടിയിരുന്നുള്ളൂ. അതുപോലെ 25 MB, അതാ ഞാൻ പറയാൻ വന്നത്. ആ സമയത്ത് നമ്മൾ ഇത് തുടങ്ങിയ സമയത്ത് 25 MB 30 MB ഒക്കെ ഒരു കാർഡ് കിട്ടുമായിരുന്നല്ലോ, 10 രൂപയ്ക്കും 20 രൂപയ്ക്കും കാർഡ് ചിരണ്ടി ഇടുമായിരുന്നല്ലോ. കപ്പലിൻ്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ, ഈ സ്റ്റാർലിങ്ക് ഇല്ലാത്ത ഇതിൽ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ കാര്യമാണ് പറഞ്ഞത്, 100 MB ഒക്കെ അന്നത്തെ സമയത്തൊക്കെ ഒരു 10 കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത്. അന്നൊക്കെ 100 MB ഉള്ളൂ. 100 MB 200 MB കൂടുതലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുപോലെ നിങ്ങളിപ്പോൾ ഒരുപാട് കൺട്രീസിലൊക്കെ പോകുന്നല്ലേ, അപ്പൊ ആ സമയത്ത് നമുക്ക് അവിടെ ഇറങ്ങി ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിലും അവിടുന്ന് പ്രത്യേകം സിമ്മുകൾ എടുക്കും, അവിടുത്തെ ആ കൺട്രിയിലെ സിം എടുക്കും. കപ്പൽ കരക്കടുക്കുമ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കപ്പൽ കരക്കടുക്കുന്നത് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ രാജ്യം കാണാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. സിം കാർഡിന് വേണ്ടി മാത്രമാണ്. കാരണം ഒരു 15 ദിവസത്തെ യാത്രയിൽ ഞാൻ എടുത്ത വീഡിയോസ് ഓഫ്ലൈനിൽ ഇരുന്ന് നമ്മുടെ കയ്യിലുള്ള പരിമിതികൾ വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊരു ആപ്പില്ല, എഡിറ്റ് ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് ഇല്ല, പുതിയ സാധനങ്ങൾ, പുതിയ ട്രെൻഡിങ് ഓഡിയോസ്, ഈ സാധനങ്ങളൊന്നും എനിക്കറിയില്ല. നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയുന്നില്ല. ഏത് റീലാണ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഓടുന്നത്, ഏത് പാട്ടാണ് ട്രെൻഡിങ്ങിൽ ഓടുന്നത്, എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഓൺ വോയിസ് മാത്രം ചെയ്യുന്നതുകൊണ്ട് എനിക്കത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ ഓഫ്ലൈനിൽ കിട്ടുന്ന സമയത്ത് ഈ കപ്പലിൻ്റെ അകത്ത് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ വോയിസ് ഓവറും കൊടുത്ത് ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വെക്കും. എന്തിനാ? കപ്പലൊന്ന് കരയ്ക്കടുത്തിട്ട് വേണം സിം കാർഡ് കിട്ടാൻ. സിം കാർഡ് കിട്ടിക്കഴിഞ്ഞ് ഇത് ഇട്ടിട്ട് ഒരു ആശ്വാസമാണ്. റൂമിലിട്ട് പോയിരുന്നിട്ട് ബാക്കിയുള്ള പെൻഡിങ്ങിൽ ഇരിക്കുന്ന എഡിറ്റിംഗ് സംഭവം ഉണ്ടായിരിക്കുമല്ലോ, കുറച്ചൊക്കെ സംഭവങ്ങൾ കാണും നമുക്ക് നെറ്റ് വേണ്ടത്, അതും കൂടി ഇടുക, ഈ സാധനം ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ലൈവ് ഒക്കെ എനിക്ക് രണ്ടാമത്തെയാണ്. രാജ്യം കാണാൻ പോവുക, കറങ്ങാൻ പോവുക, ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ചെയ്തു വെച്ച വീഡിയോ ഇടാൻ ഒരു സിം കാർഡ്, അതാണ്. അപ്പൊ ഡെയിലി ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്ത് വെക്കുമോ, എഡിറ്റ് ചെയ്ത് വെക്കുമോ? ഇല്ല, ഒന്ന് നമുക്ക് പണിയെടുക്കണം. പണിയെടുത്ത് കഴിഞ്ഞ് ഉറങ്ങാൻ സമയം കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഇതിനിടയ്ക്ക് ചിലപ്പോൾ 2-3 ഒരു ചെറിയ റീൽ എത്ര ഉണ്ടാവും, ഒരു 50-60 സെക്കൻഡ് റീല് ചിലപ്പോൾ 3 ദിവസമായിട്ടായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്. കാരണം ജോലി കഴിഞ്ഞ് വന്ന് റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഒരു ദിവസം വോയിസ് ഓവർ ചെയ്ത് വെക്കുക, അടുത്ത ദിവസം വേണമെങ്കിൽ ഒന്ന് എഡിറ്റിംഗ് തുടങ്ങി വെക്കുക, ലാസ്റ്റ് ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് വോയിസ് ഓവർ എല്ലാം ഒന്ന് മാച്ച് ചെയ്ത് റെഡിയാക്കി വെക്കുന്നു. അത് 2-3 ദിവസം എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ, അല്ല അങ്ങനെയല്ല കേട്ടോ, അരമണിക്കൂർ ഇരുന്നാൽ ഇത് തീരുന്ന കാര്യമുള്ളൂ, വലിയ പണിയൊന്നുമല്ല. പക്ഷെ നമുക്ക് ഈ ജോലി തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. പക്ഷേ നമ്മളെ ഇപ്പൊ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ അതും പ്രശ്നമല്ല. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിന്റെ സംഭവം നിങ്ങൾ പറഞ്ഞ സംഭവം ശരിയാ. നമ്മളൊരു കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വീക്ക്ലി വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ വീക്ക്ലി വീഡിയോസ് ഇട്ടിട്ടില്ല. ഞാൻ എങ്ങനെ വീക്ക്ലി വീഡിയോസ് ഇടുന്ന കടലിൽ കിടന്നുകൊണ്ട്? പക്ഷേ ഞാൻ ഇടുന്ന വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആൾക്കാർ കാണുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ അൽഗോരിതം ഒന്നും അല്ല കാര്യം. നമ്മൾ ഇടുന്ന കണ്ടന്റ്, നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്താൽ കഷ്ടപ്പെട്ടാൽ ഇതൊക്കെ ആകും. അല്ലാണ്ട് ഇതിന് ഇടുന്നതിനൊരു സമയം, ഈ സമയത്ത് ഇടാൻ പാടുള്ളൂ, ഈ സമയത്ത് ഇടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഈ രാത്രി സമയത്ത് ഇട്ട വീഡിയോസ് വരെ പിറ്റേ ദിവസം രാവിലെ നോക്കും, നമ്മൾ പോലും വിചാരിക്കാതെ ആൾക്കാരത്. അതിനർത്ഥം എന്താണെന്നറിയോ, വീഡിയോസിനെ നമ്മൾ എൻഗേജ് ആക്കി വെക്കുക. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ജേർണലിസം അല്ല ഞാൻ ഒരു ന്യൂസ് വായിക്കുന്ന പോലെ സംസാരിക്കുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടുന്നു.
അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലാഗ് ഇല്ലാതെ നല്ല രീതിയിൽ അത് കാണുമ്പോൾ എന്ത് പറ്റും, നമുക്ക് അവിടെ വ്യൂസ് വരും. വ്യൂസ് വരുമ്പോൾ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീഡിയോ കയറും. അതിന് അൽഗോരിതമോ സൗണ്ടോ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ അതിൽ പോയിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം, അതുപോലെ തന്നെ അവിടെ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? പോയതിൽ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യം ബ്രസീൽ തന്നെ. അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രസീലിനെ സംബന്ധിച്ച് ബ്രസീൽ വേറൊരു ലൈഫാണ്. അവിടുത്തെ ആൾക്കാരെ വേറെയാണ്. അവിടുത്തെ വൈബേ വേറെയാണ്. ഞാൻ പോയതിൽ 2, 3 പ്രാവശ്യം ബ്രസീൽ പോയി. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ആൾക്കാര്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ കുറേ എൻജോയ്മെന്റ്, ഇതൊക്കെ ബ്രസീലിൽ കിട്ടുന്ന ഒരു സംഭവം ഒരുപക്ഷേ എനിക്ക് വേറെ രാജ്യങ്ങളിൽ ചിലപ്പോൾ എല്ലായിടത്തും കിട്ടി വരത്തില്ല. എന്നെ സംബന്ധിച്ച് ഫേവറേറ്റ് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ബ്രസീൽ. ഇനി എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണെന്ന് എനിക്ക് പോകാൻ ഇഷ്ടം എന്ന് ചോദിച്ചാലും ഞാൻ പറയും ബ്രസീൽ. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് മാത്രമാണ് എവിടെയെങ്കിലും ഫുട്ബോൾ ഭ്രാന്തും ബ്രസീൽ, അർജന്റീന എന്നൊക്കെ പറയുന്നത്. ബ്രസീൽ ഒരു നെയ്മറിന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല എന്നൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ നമ്മുടെ വേൾഡ് കപ്പ് കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മുടെ ഇവിടെ എല്ലാം കട്ടൗട്ടുകളൊക്കെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ അവിടെ നമുക്ക് അങ്ങനൊന്നും കാണാൻ കഴിയുന്നില്ല. ആ ഒരു ടൈമിലുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റോഡിൽ മൊത്തം ഫ്ലെക്സ് വെക്കുക, റോഡിൽ മൊത്തം കൊടികൾ കെട്ടുക, എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ പോസ്റ്റുകളിൽ നിരത്തി വെക്കുക. പാലങ്ങളും പോസ്റ്റുകളും റോഡുകളും ഇത് മൊത്തം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിലേ ഉള്ളൂ. മറ്റൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിനൊക്കെ കറക്റ്റായിട്ടൊരു എന്താ പറയുക, അവിടെ നീ ഒരു ഫ്ലെക്സ് വെക്കരുത് എന്ന് പറഞ്ഞാൽ വെക്കാൻ പാടില്ല. ഒരു കൊടി കെട്ടരുത് എന്ന് പറഞ്ഞാൽ കെട്ടാൻ പാടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതൊരു വിഷയമേ അല്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഈ പറയുന്ന കൊടികളോ നെയ്മറിന്റെ പോസ്റ്ററുകളോ ഒന്നും നമുക്കധികം കാണാൻ പറ്റാത്തത്. ഓക്കെ. ഇപ്പോ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയില്ലേ? അപ്പോ ഇന്ത്യക്കാരനായതുകൊണ്ട്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും എല്ലാം ഉണ്ട്. അതിപ്പോൾ ഇതെന്താന്ന് പറയുക, ഇത് പറയുന്ന സമയത്ത് ഇതറിയാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം അങ്ങനെയല്ല. ഇവൻ കപ്പലിലാണെങ്കിൽ പോലും, കപ്പലിന് പുറത്താണെങ്കിൽ പോലും നാഷണാലിറ്റി ബേസിലുള്ള ഒരുപാട് പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. റഷ്യൻസ് അല്ലെങ്കിൽ ഫിലിപ്പീൻസ്, കൂടുതലും റഷ്യൻസ്, ഫിലിപ്പീൻസ്, ഇന്ത്യൻസ് ആണ് നമ്മുടെ കപ്പലുകളിലുള്ളത്. എങ്കിൽ പോലും ഒരു എൻ്റെ ഇതിൽ ഞാൻ പറയാം, ഇപ്പോൾ ഈ ഏജൻസി വഴി പോകുന്ന പിള്ളേർ അറബ് ഈജിപ്ഷ്യൻസും സിറിയൻസിൻ്റെയും കൂടെ ആയിരിക്കും ഈ പോയി കിടക്കുന്നത്. അല്ല ഇറാനികളുടെ കൂടെ ആയിരിക്കും ഈ ബോട്ടിലൊക്കെ പോയിട്ട് കിടക്കുന്നത്. അതായത് ഏജൻസികൾ ചതിച്ച് വിടുന്ന പിള്ളേരുണ്ട്. ഞാൻ അങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ അവർ നമുക്ക് തരുന്നൊരു സംഭവമുള്ള നമ്മളെ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, മീൻസ് പഠിച്ചിറങ്ങി 19 വയസ്സുള്ള പിള്ളേർ അല്ലെങ്കിൽ 20 വയസ്സുള്ള പിള്ളേർ, ഇവരെ അവിടെ ഇട്ട് പണിയെടുപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ കിടന്ന് പണിയെടുത്തത്. അതായത് ഒരു പട്ടിയെ നോക്കുന്നില്ലേ, അതിലും മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ഒരു 1.5 കൊല്ലം ഞാൻ കിടന്ന് നരയിച്ചേ. ഒരു കൈയിടാൻ ഒരു ഗ്ലൗസ് തരത്തില്ല, ഇടാൻ ഒരു ഓവറോളോ സേഫ്റ്റി ഷൂ ഇതൊന്നുമില്ല. നമ്മൾ ഇട്ടേക്കുന്ന നിക്കറും ഇതൊക്കെ ഇട്ട് പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, നമുക്ക് വേണ്ട ഫുഡ് ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അവരുടെ രീതിയിൽ തന്നെ പോകും. നമ്മൾ വേണമെങ്കിൽ അവരുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞ് രണ്ടിനെ അടിക്കുക. ഇന്ത്യക്കാരനായതിന്റെ പേരിലാണോ? ഇന്ത്യക്കാരൻ്റെ അല്ല, ഇന്ത്യൻസ് മാത്രമാണ് ഈ പറയുന്ന ഈ ഇറാനിലും ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്നത്. ഈ പറയുന്ന ഫിലിപ്പീൻസുകാരോ റഷ്യക്കാരോ ആരും അവിടെ വരുന്നില്ല. നമ്മുടെ പിള്ളേർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവർ കാശ് കൊടുത്തിട്ട് ഇവരൊക്കെ അവിടെ പോയി കിടക്കുക. ചെറിയ പൈസ കൊടുത്തിട്ട് കപ്പലിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10, 30 കൊല്ലമായിട്ട് മുങ്ങിത്താഴാറായ കപ്പലിനകത്ത് പോയി കിടക്കുക. ഇവരവിടെ അനുഭവിക്കുന്നതാ. ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് മൊത്തം നല്ല വ്യക്തമായിട്ട് അറിയാം അവരവിടെ അനുഭവിക്കുന്നത് എന്താന്ന്. കപ്പലിൽ പണിയെടുക്കാനെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പോർട്ടിൽ സിമെന്റ് ചുംബിക്കുക, എന്നിട്ട് അടിക്കുക. രാത്രി ഉള്ള ബോയിൽ ചെയ്ത് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കുക. ഫുഡ് ഇല്ലാതെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും AC ഒന്നും ഇല്ലാണ്ട് മറ്റേ പേപ്പർ ഇട്ടിട്ട് ഞാനൊക്കെ കിടന്ന പോലെ അന്നത്തെ പോലെ ഇപ്പോഴും പോയി ബോട്ടിൽ കിടന്ന് അരയിക്കുന്ന പിള്ളേർ ഒരുപാടുണ്ട്. അവിടെ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻസ് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്. എവിടെ ചെന്നെന്ന് പറഞ്ഞല്ലോ, എവിടെ ഒരു ജോലി കണ്ടാലും ആരൊരു പൈസ തന്ന് ഞാൻ കയറ്റി വിടാം വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെന്ന് പോലും അറിയാതെ പോയി കിടക്കുന്ന നമ്മൾ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഇറാനിലും ഇറാഖിലും വേറെ ഒരു നാഷണാലിറ്റി സീമമാരെ കണ്ടിട്ടില്ല. ഒരു റഷ്യൻസിനെ ഫിലിപ്പീൻസിനെ കണ്ടിട്ടില്ല. എല്ലാ ഇന്ത്യൻസ് ചെറിയ പൈസ കൊടുത്ത് പെട്ടുപോയ പിള്ളേരാ. അടിമ പണി എന്ന് പറഞ്ഞാൽ വെറും പട്ടിയെ പോലെ നമ്മളെ കാണുന്നത്. അതുപോലെ തന്നെ വേറെ രാജ്യത്ത് ചെല്ലുകയാണെങ്കിൽ പോലും അനുഭവം ഉള്ളവർ ഒരുപാട് പേരുണ്ടാവും. പറയത്തില്ലെന്നേ ഉള്ളൂ. എനിക്ക് നല്ലപോലെ അനുഭവമുണ്ട്. ഇന്ത്യൻസ് ആയതിൻ്റെ പേര് മാറ്റി നിർത്തിയതുകൊണ്ട് നമ്മൾ വെറുതെ തള്ളി ഇങ്ങനെ മറിക്കും. ഇന്ത്യൻസിന് അതാണ് ഇതാണ്, ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വില അതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി വരുന്ന ന്യൂസ് അതൊക്കെ, എല്ലാ സംഭവങ്ങളൊക്കെ ശരിയാണ്. ലോകത്തിൻ്റെ കീഴിൽ എല്ലായിടത്തും ഇന്ത്യൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്ന ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുണ്ട്. അവൻ്റെ നാട്ടിൽ നമ്മളത് മാത്രമാണ്.
അവന് കേരളത്തിൽ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് വലിയ നാട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓരോ രാജ്യത്തും നമ്മൾ പോയി കിടക്കുന്നത്. അതിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, വെൽ സെറ്റിൽഡായിട്ട് ജീവിക്കുന്നവരുണ്ട്, സമൂഹത്തിൽ റെസ്പെക്റ്റോടു കൂടി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് തൊഴിലാളികളായിട്ട് ലേബറായിട്ട് പോകുന്ന ആൾക്കാരില്ലേ, എന്ത് ജോലി ഞാൻ ചെയ്തോളാം, എന്ത് ജോലി ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നും പറഞ്ഞ് പോകുന്ന പാവങ്ങളില്ലേ, അവരനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരു ഫാമിലിയോട് അല്ലെങ്കിൽ സെറ്റിലായിട്ട് ജീവിക്കുന്നവരെ പറ്റിയിട്ടോ അങ്ങനെയുള്ളവരെ പറ്റിയിട്ടോ അല്ല പറയുന്നത്. അവരൊക്കെ സ്ട്രഗിൾ ചെയ്തൊരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. പക്ഷെ പുതിയ പോകുന്ന പിള്ളേരില്ലേ, തൊഴിലാളി എന്ത് ജോലി ഞാൻ എടുത്തോളാം, എന്നെ എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുപോയാൽ മതി എന്ന് അവരനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. ഇന്ത്യൻസ് ആണ് നീ, നീ ആഫ്രിക്കൻ ആണ്, നീ അതാണ് ഇതാണ്, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. ആരൊക്കെ അക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞാലും ഇതൊക്കെ നല്ല എല്ലാ രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളാണ്. കരയിൽ മാത്രമല്ല കടലിലും ഉണ്ട് അങ്ങനെ അല്ലേ. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് പോയത് ഈ പറഞ്ഞ പോലെ ഏതൊരു ഏജൻസി പറ്റിച്ചിട്ടായിരുന്നു 1.5 വർഷത്തോളം ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞില്ലേ. പിന്നെ എങ്ങനെയാണ് പിന്നെ വേറൊരു നല്ല സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത്? ഫസ്റ്റ് ഏജൻസി ഇവിടെ നമ്മൾ പൈസ കൊടുത്തു. ഏജൻസി നമ്മളെ ഇറാനിലേക്ക് കയറ്റി വിട്ടു. ഇറാനിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് പറഞ്ഞ ജോലികളല്ല, വേറൊരു ജോലിയാണ്. കാശ് കടമെടുത്ത് പോയതാ, വേറൊരു ഓപ്ഷൻ ഇല്ല, പണിയെടുത്തേ പറ്റൂ. പിറ്റേ ദിവസം രാവിലെ മുതൽ വെറും പട്ടിയെ പണിയെടുപ്പിക്കുന്ന പോലെ പണിയെടുപ്പിക്കുക. സേഫ്റ്റി റൂൾ റെഗുലേഷൻസ് ഇതൊക്കെ വെള്ളത്തിൽ. ചെക്ക് ചെയ്യാൻ ആരുമില്ല, ഒരു പോർട്ട് അതോറിറ്റി ഇല്ല, ഒരു ഇൻസ്പെക്ഷൻ ഇല്ല, ഇൻസ്പെക്ടർ ഇല്ല, ഒന്നുമില്ല. നമുക്കൊരു അപകടം ഉണ്ടായാൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, പറയാൻ ആരുമില്ല, ചോദിക്കുന്ന ഏജൻസി ഫോൺ എടുക്കുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴും പോയി കിടക്കുന്ന പിള്ളേരിന് ഞാനും അങ്ങനെ തന്നെ പോയിട്ട് എങ്ങനെയോ നമ്മൾ തിരിച്ചെത്തി. ഞാൻ പറഞ്ഞല്ലോ, ഒരു 1.5 വർഷത്തെ ഒരു കഥയാണ് ഇറാഖിലെ. 9 മാസമുള്ള ഈ കപ്പൽ അറസ്റ്റായി കിടന്നിട്ടുണ്ട് ഇറാഖിൽ. അതിൽ കിടന്നേ ഞാൻ. അപ്പം ലാസ്റ്റ് ഒറ്റ ചോദ്യം ചോദിച്ചു, കാശ് വേണോ ജീവൻ വേണോ? നമുക്കിത് എങ്ങനെങ്കിലും പോയാൽ മതി. 9 മാസം കോൺട്രാക്റ്റിന് പോയാൽ എൻ്റെ 15 മാസം പൂർത്തിയാവുക. 1.5 കൊല്ലം ആ കപ്പലിൽ. ആ കപ്പലിൽ ഇനിയിപ്പോൾ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല, കൊണ്ട് പൊളിച്ചു കളയാനേ പറ്റൂ. ഈ കപ്പൽ പോർട്ടിൽ കയറി അപ്പം കപ്പൽ അറസ്റ്റ് ചെയ്യും. ഒരു ഇറാഖി ഒരു മാഫിയ, എന്താ പറയുക, അങ്ങനെ ഒരു ചെറിയൊരു കപ്പലായിരുന്നു. അപ്പോൾ ഏകദേശം അറസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ 15 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളെ അതിൽ നിന്ന് ആരും അറിയാതെ ഇറക്കി ഒരു ടഗ് ബോട്ടിൽ കയറ്റി. ആ ബോട്ടിൽ, അതായത് ഇറാഖിൽ നിന്ന് ഇറക്കി, ഇറാഖിൽ നിന്ന് നമുക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇറാഖിൽ നിന്ന് ഒരു ടഗ് ബോട്ട്, കപ്പലിനടുത്തൊരു ബോട്ട് കൊണ്ടുവന്ന് ഞങ്ങളെ അതിലിറക്കി. 1.5 വർഷം പെട്ട് കിടന്നിട്ടാണ് ഞങ്ങൾ ആ കപ്പലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയിട്ട് അവിടുന്ന് എല്ലാം ഓഫ് ചെയ്തിട്ട് നേരെ ഇറാൻ്റെ ബോർഡറിൽ കൊണ്ടുപോയി. ഇറാൻ്റെ ബോർഡറിൽ നിന്ന് മറ്റൊരു ബോട്ടിൽ കയറ്റി ഇറാനിൽ ഒരു പോർട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് 1.5 വർഷത്തെ ശമ്പളം ഇല്ല, ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. 1.5 വർഷമായിട്ട് വീട്ടിൽ പോലും ഒരു 10 പൈസ അയക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ. എല്ലാം കിടന്ന് നരകിയുന്ന അവസ്ഥ. ഒന്നും വേണ്ടാന്ന്, നിങ്ങൾക്ക് പോയാൽ മതിയെന്ന്. പക്ഷേ ഇറങ്ങി നമുക്ക് ടിക്കറ്റ്, ഇറാനിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ട് എല്ലാവർക്കും കുറച്ച് കാശ്, ഈ നമ്മൾ പിച്ചക്കാർക്ക് ആ ഒരു അവസ്ഥ. അതേപോലെ കുറച്ച് പൈസയും തന്നിട്ട് ഞങ്ങളെല്ലാം ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് കയറ്റി വിട്ടു. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? 1.5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കയ്യിൽ, വേണ്ട സർട്ടിഫിക്കറ്റ്സുകളുണ്ട് കയ്യിൽ. ഒരു കമ്പനിയും എടുക്കുന്നില്ല. മുന്നോട്ട് പോയാലേ പറ്റൂ. ഫ്രഷറായിട്ടിരുന്ന സമയത്ത് ഞാൻ പോയി ഓരോ കമ്പനി ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഒരു കപ്പൽ എക്സ്പീരിയൻസ് അടിച്ചിട്ട് വാ, ഞങ്ങൾ എടുത്തോളാം. 9 മാസം അടിച്ചിട്ട് വാ, നമ്മൾ എടുത്തോളാം. 9 മാസം കഴിഞ്ഞ് 15 മാസം എക്സ്പീരിയൻസ് അടിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ പറയാം, ഇനി ഒന്നും കൂടെ അടിച്ചിട്ട് വാ. ഇനി ആരുടെ കൂടെ പോകും? ഞാൻ എവിടെ പോയി ജോലി ചെയ്യും? ഏത് ഏജൻസിക്ക് ഇനി പൈസ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? നമ്മളൊക്കെ ഈ കടം മേടിച്ച് പോയ പൈസ നമ്മളെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരുത്തനോടായി ചോദിക്കുന്നത്, ഇനിയും പൈസ നിങ്ങൾ പോയിട്ട് വരാം. ഒരു ഷിപ്പിംഗ് കമ്പനി പറയുന്നേ പോയിട്ട് വരാം. അപ്പം എന്ത് പറ്റും? വീണ്ടും നമ്മൾ ഇതേപോലെ വേറെ ഓപ്ഷൻ ഇല്ല. എല്ലാവരും പറയും ഫ്രീ ആയിട്ട് ജോലി, ഇതൊന്നും ഇല്ല, ഇങ്ങനൊരു സംഭവം ഇല്ല. ഫ്രീ ആയിട്ട് ജോലി കിട്ടുന്നവനൊക്കെ ലോകത്തിലെ ഭാഗ്യവന്മാരെന്ന് വേണമെങ്കിൽ പറയാം. 100ൽ 1 കരുതിയാൽ മതി. ബാക്കി 99 രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഏജന്റുമാർ വഴിയോ യൂണിയൻകാർ വഴിയോ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പിടിപാടുള്ള ആൾക്കാർ വഴി കയറി കഴിഞ്ഞാൽ ഈ കാര്യം നടക്കത്തുള്ളൂ. അങ്ങനെ വന്നു 2 വർഷത്തോളം നമ്മൾ ബോംബെയിൽ എക്സ്പീരിയൻസ് ഒക്കെ ആയി ഇങ്ങനെ കയറി ഇറങ്ങി 2 കൊല്ലം കയറി ഇറങ്ങി നടക്കുക. ഒരു കമ്പനിയും നമ്മളെ വിളിക്കുന്നില്ലെന്ന്. എല്ലാവരും നമ്മളെ ഇറക്കി വിടുക. നമ്മുടെ മുന്നൂറ്റൻ റിസ്യൂം എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇറക്കി വിടുക. പൊക്കോ, ഇവിടെ ഒന്നുമില്ല. അവസാനം 2 കൊല്ലത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? കാശ് കൊടുക്കാൻ തീരുമാനിച്ചു. വീണ്ടും നമ്മൾ പൈസ ഉണ്ടാക്കി കാശ് കൊടുത്ത 4-ാം മാസം ഞാൻ ടോപ്പ് 10-ലുള്ള ഏറ്റവും വലിയൊരു ഷിപ്പിംഗ് കമ്പനിയിൽ ജോലി കയറി. 2 കൊല്ലം നമ്മൾ പട്ടിയെ പോലെ നടന്ന് ഷിപ്പിംഗ് കമ്പനികൾ കയറി ഇറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കാത്ത കമ്പനികൾ വരെ നമ്മൾ കാശ് കൊടുത്തപ്പം ഒരു ഏജന്റിനോ ഒരു യൂണിനോ കാശ് കൊടുത്തു. 4-ാം മാസം
അമേരിക്കൻ വിസയും യുഎസ് വിസയും എല്ലാം എടുത്ത് ഞാനൊരു വലിയ കമ്പനിയിൽ കയറുക. സോഡിയാക് മാരിടൈം എന്ന ആ കമ്പനിയുടെ പേര്. ഇപ്പം ഞാൻ ആ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷെ ആ കമ്പനി അത്രയും വലിയൊരു കമ്പനിയാണ്. ആ ഒരു കമ്പനി കയറാൻ ആൾക്കാർ നടപ്പുണ്ട്. നല്ല സാലറി എല്ലാം ഉള്ള ഒരു കമ്പനി. ആ കമ്പനി ഞാൻ കയറി. എപ്പോൾ? കാശ് കൊടുത്ത സമയത്ത് അത് സംഭവിച്ചു. ഇപ്പം എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതെല്ലാവരും അറിയണം. ഇപ്പോഴും ഇതൊന്നും വേണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും, എങ്ങനെയെങ്കിലും ഞാൻ കപ്പൽ കയറുമെന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്. വർഷങ്ങൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക അല്ലാതെ ഒരു കാര്യങ്ങളും ഇല്ല.